ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതിന്റെ 7th ചാപ്റ്ററായ എർത്ത് ആൻഡ് ബയോസ്ഫിയർ എന്നുള്ള ഭാഗത്തിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ലിതോസ്ഫിയർ പഠിച്ചു, ഹൈഡ്രോസ്ഫിയറും പഠിച്ചു കേട്ടോ. അതൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഇനി എന്താണ് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വായുമണ്ഡലം അല്ലെ. അറ്റ്മോസ്ഫിയർ is a layer of air which protect the earth like a blanket. In addition to gases like nitrogen and oxygen, atmosphere also contains dust particles and water vapor. Anything that brings changes to the natural composition of air is a pollutant. Air is essential for the existence of life on the earth. From the diagram given below, understand the different ways by which the atmosphere is useful to us. എന്താണ്? ഈ ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ലെയർ ഓഫ് എയർ ആണ് എന്ത് വായു മണ്ഡലം അല്ലെ, ഈ അറ്റ്മോസ്ഫിയർ അല്ലെ. എന്താണ്? ഈ ഭൂമിയെ ഒരു ബ്ലാങ്കറ്റ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ലെയർ ഓഫ് എയർ അല്ലെ, ഒരു വാതക പാളിയാണ് എന്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ അഡീഷൻ to gases like nitrogen and oxygen, atmosphere also contains dust particles and water vapor. എന്താണ് ഇവിടെ? അഥവാ അന്തരീക്ഷം അല്ലെ. നൈട്രജൻ, ഓക്സിജൻ, പിന്നെന്താണ്? നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഗ്യാസുകളെ കൂടാതെ പൊടി പടലങ്ങളും വാട്ടർ വേപ്പറും എന്തുണ്ട്? ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് അല്ലെ. എന്താണ്? ഭൂമിയെ ഒരു ബ്ലാങ്കറ്റ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ലെയർ ആണ് എന്ത്? ഈ അറ്റ്മോസ്ഫിയർ അല്ലെ. പിന്നെന്താണ്? നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഗ്യാസ് കൂടാതെ എന്തൊക്കെയുണ്ട്? ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിലുണ്ട്. അപ്പൊ നൈട്രജനും ഓക്സിജനും ഡസ്റ്റ് പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറും ഒക്കെ എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിലുണ്ട്. Anything that brings changes to the natural composition of air is a pollutant. Air is essential for the existence of life on the earth. എന്താണ് ഇവിടെ പറയുന്നത്? ഈ വായുവിന്റെ എയറിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് എന്താണ് മാറ്റമുണ്ടാകുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തും എന്താണ്? ഈ എയർ പൊല്യൂഷൻ ആണ് അല്ലെ. എന്താണ് പറഞ്ഞത്? വായുവിന്റെ സാധാരണ വായുവിന്റെ ഇതിലേക്ക് വേറെ എന്തെങ്കിലും കേറി അല്ലെ, അതിൽ കലരുന്ന എന്തും എന്താണ്? എയർ പൊല്യൂഷൻ ആണ് അല്ലെ. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് എന്താണ്? എയർ കൂടിയേ തീരൂ അല്ലെ, വായു കൂടിയേ തീരൂ അല്ലെ. എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ ദ എർത്ത് അല്ലെ. ഭൂമിയിൽ ഒരു ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്താണ്? എയർ ഈസ് എസെൻഷ്യൽ ആണ് അല്ലെ, എയർ നിർബന്ധമാണ് അല്ലെ. ഫ്രം ദ ഡയഗ്രാം ഗിവൺ ബിലോ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെന്റ് വേസ് ബൈ വിച്ച് ദ അറ്റ്മോസ്ഫിയർ is useful to us. ഫ്രം ദ ഡയഗ്രാം എന്താണ്? ഡയഗ്രത്തില് എന്താണ്? ഈ ഡയഗ്രാം താഴെ തന്നിരിക്കുന്ന അല്ലെ, അന്തരീക്ഷം നമുക്ക് എന്തെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുന്നുവെന്ന് നമുക്ക് ചുവടെ ചേർത്തിട്ടുള്ള ഈ ഡയഗ്രാം നിരീക്ഷിച്ച് മനസ്സിലാക്കാം. എന്താണ് ഇങ്ങനെ നോക്കുന്നതൊക്കെ? അറ്റ്മോസ്ഫിയറിൽ അല്ലെ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ എന്താ ഉള്ളത്? അന്തരീക്ഷത്തിൽ എന്താണ്? കാർബൺ ഡയോക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് അല്ലെ. ഈ എന്താണ്? സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് അല്ലെ. പിന്നെന്താണ്? ഓക്സിജൻ അല്ലെ, നമ്മളെ പ്രാണവായു അല്ലെ. പിന്നെന്താ? പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാ വയലറ്റ് ആൻഡ് ഗാമ റേസ്. എന്താണ്? ഹാനികരമായ അൾട്രാ വയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം അല്ലെ. ഹാനികരമായ അൾട്രാ വയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം അല്ലെ. എന്താണ്? നമ്മളെ അൾട്രാ വയലറ്റ് എന്താണ്? ഓസോൺ ലെയറിന്റെ ഇതൊക്കെ അല്ലെ, അതിലൊക്കെ എന്താണ്? ഹാനികരമായ അൾട്രാ വയലറ്റും ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം ഒക്കെ നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട് അല്ലെ. പിന്നെന്താണ്? റീസൺസ് ഫോർ ക്ലൈമാറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ ആൻഡ് സ്നോ അല്ലെ. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. ഓക്കെ. ഇനി യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിന്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത്? ക്യാൻ യു നെയിം സം ആക്ടിവിറ്റീസ് ഓഫ് മാൻ ദാറ്റ് ലീഡ് ടു എയർ പൊല്യൂഷൻ? എന്താണ്? ഭൂമിയിൽ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം ബോധ്യമായി അല്ലെ. മനുഷ്യന് ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് അല്ലെ? ഗ്യാസസ് യൂസ്ഡ് ഇൻ റെഫ്രിജറേറ്റേഴ്സ് അല്ലെ. എന്താണ്? നമ്മളെ ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ അല്ലെ, അതൊക്കെ എന്താണ്? എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ.
പിന്നെന്താണ് many harmful gases and chemicals reach the atmosphere from industries and vehicles. Such activities which change the natural composition of the atmosphere will affect the very existence of man. അല്ലെ എന്താണ് വ്യവസായശാലകൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് വൻതോതിൽ നിരവധി മാരകമായ രാസവസ്തുക്കളും വാതകങ്ങളും വായുവിൽ കലരുന്നുണ്ട് അല്ലെ. എന്താണ് ഇൻഡസ്ട്രീസിനും വെഹിക്കിൾസിനും ഒക്കെ എന്താണ് ഒരുപാട് മാരകമായ കെമിക്കൽസും എയറൊക്കെ എന്താണ് ഈ ഗ്യാസസ് ഒക്കെ എന്താക്കുന്നുണ്ട്, ഈ എയറിൽ കലരുന്നുണ്ട് അല്ലെ. ഈ എയറിന്റെ സ്വാഭാവിക ഘടകക്ക് മാറ്റം ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എന്താക്കുകയാണ്, മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കൂ അല്ലെ. ഇനി ഓക്സിജൻ പാർലേഴ്സ്. എന്താണ് ഓക്സിജൻ പാർലറുകൾ നോക്ക്. ഫോർ മെനി ഇയേഴ്സ് ദിസ് ഫെസിലിറ്റി ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഇൻ ജപ്പാൻ. Those who enter this parlor can breathe clean fresh air. Delhi city has huge machines which pump fresh air into the atmosphere. Why does the urban administration take such measures? എന്താണ് ഈ ജപ്പാനിലെ നഗരങ്ങളിൽ കുറേ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണ് ഇതിന്റെ ഓക്സിജൻ പാർലർ അല്ലെ. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും എന്താണ് ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. ഡൽഹി നഗരത്തിൽ എന്താണ് അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെ. നഗര ഭരണകൂടം ഇത്തരം നടപടിയിലേക്ക് കിടക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം വായു മലിനീകരണമായിട്ട് അല്ലെ. കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് വേരിയസ് മെത്തേഡ്സ് ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ. യൂസിംഗ് ദിസ് ഇൻഫർമേഷൻ കണ്ടക്ട് എ സെമിനാർ ഇൻ ദ ക്ലാസ്. എന്താണ് ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെ, അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികളെ കുറിച്ച് വിവരശേഖരണം നടത്തൂ. ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇല്ലാതാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ എന്താക്കുക ചെയ്യുക അല്ലെ. അതിനെ കുറിച്ച് സെമിനാറൊക്കെ ക്ലാസ് സംഘടിപ്പിക്കുക. ഓക്കെ, ഇനി ബയോസ്ഫിയർ. എന്താണ് ബയോസ്ഫിയർ അല്ലെ, ജൈവമണ്ഡലം അല്ലെ. ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ലിവിംഗ് തിങ്സ് ഓൺ എർത്ത് അല്ലെ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത്, ബയോസ്ഫിയർ അല്ലെ. ബയോസ്ഫിയർ എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഇന്ററാക്ഷൻ ഓഫ് ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ അല്ലെ. എന്താണ് ഈ ലിതോസ്ഫിയറും പിന്നെ അതുപോലെ എന്താണ് ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഒക്കെ എന്നീ മൂന്ന് മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് എന്ത് ഈ ബയോസ്ഫിയർ നിലനിൽക്കുന്നത് അല്ലെ. ചിത്രം നോക്കിയേ, ഫിഗർ ഒബ്സർവ് ഫിഗർ 7.9. എന്താണിത് നോക്കൂ, ഇൻസോലേഷൻ അല്ലെ, സൗരോർജം അല്ലെ, മുകളിൽ നിന്ന് വരുന്നത് സൗരോർജം അല്ലെ, ഇൻസോലേഷൻ. നോക്കൂ ബയോസ്ഫിയറിൽ ഏതൊക്കെ വരുന്നുണ്ട്, അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ലിതോസ്ഫിയറും ഉണ്ട് അല്ലെ. അറ്റ്മോസ്ഫിയറിലും ലിതോസ്ഫിയറും പിന്നെ കണ്ടില്ലേ ആരോ മാർക്ക് വന്നത്, അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ലിതോസ്ഫിയറും, അതുപോലെ ബയോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും ബയോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ബയോസ്ഫിയറും ലിതോസ്ഫിയറും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെ. ഈ മൂന്നും അതായത് ലിതോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും കൂടി നിലനിന്നാലേ എന്താവുള്ളൂ, ബയോസ്ഫിയർ ഉണ്ടാവുള്ളൂ അല്ലെ. The very existence of man, plants and animals is possible because of the presence of lithosphere, hydrosphere and atmosphere. You must have understood that even small changes in the lithosphere, hydrosphere and atmosphere will have huge impacts on human life. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് എന്താണ്, ശിലാജലവായു മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലെ. എന്താണ് ഈ മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് എന്താണ്, ഈ ലിതോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഉള്ളത് കൊണ്ടാണ് അല്ലെ. So because of the presence of lithosphere, hydrosphere, lithosphere അല്ലെ. You must have understood അല്ലെ. നിങ്ങൾക്ക് എന്താണ് ഈ എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എന്താണ്, അതായത് ലിതോസ്ഫിയറിലും ഹൈഡ്രോസ്ഫിയറിലും അറ്റ്മോസ്ഫിയറിലും ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എന്താക്കാൻ പറ്റും, നമുക്ക് മനുഷ്യ ജീവിതത്തിൽ വലിയ ആഘാതം ഉണ്ടാകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഇനി എന്താണ് പ്ലാന്റ്സിന്റെ കാര്യം നോക്കൂ. എന്താണ് carbon dioxide and water and mineral are essential for the existence of plants. Among these, carbon dioxide is obtained from the atmosphere, minerals from the lithosphere and water from hydrosphere. If any one of these factors was excluded, would plant life have existed on earth? Is it possible to imagine a world without plants?
എന്താണ് ഇവിടെ പറയുന്നത്? ടീച്ചർ ഒന്നും കൂടി പറഞ്ഞാൽ ഫസ്റ്റ് മുതൽ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മനുഷ്യരുടെയും സസ്യ ജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് എന്താണ്? ഈ ലിതോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും ഉള്ളത് കൊണ്ടാണ് അല്ലെ. അതുപോലെ ഈ ലിതോസ്ഫിയറും ഹൈഡ്രോസ്ഫിയറും അറ്റ്മോസ്ഫിയറും എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും എന്താണ് ഈ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതുപോലെ പ്ലാന്റ്സിന്റെ കാര്യം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പ്ലാന്റ്സിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകമാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, പിന്നെ ജലം, ധാതു, ലവണങ്ങൾ തുടങ്ങിയ അല്ലെ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും മിനറൽസും ഒക്കെ എന്താണ് ഈ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഫാക്ടറാണ് അല്ലെ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാകുന്നത് എവിടുന്നാണ്? ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാകുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് അല്ലെ. അതുപോലെ മിനറൽസും അതുപോലെ എന്താണ് ഈ ഫെനി വൺ ഓഫ് അതുപോലെ എന്താണ് ഈ മിനറൽസ് ലിതോസ്ഫിയറിൽ നിന്ന്, ജലം ഹൈഡ്രോസ്ഫിയറിൽ നിന്നുമാണ് ലഭിക്കുന്നത് അല്ലെ. എന്താണ്? മിനറൽസ് ലിതോസ്ഫിയറിൽ നിന്നും, വാട്ടർ എന്താണ് ഹൈഡ്രോസ്ഫിയറിൽ നിന്നുമാണ് ലഭിക്കുന്നത് അല്ലെ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്നും അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഒഴിച്ചു നിർത്തിയാൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ? സസ്യങ്ങളില്ലാത്ത ഭൂമിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്താണ് ഈ പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്ന്. പിന്നെന്താണ് പിന്നെന്താ കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്ന്. മിനറൽസ് കിട്ടുന്നത് എവിടുന്നാണ്? ലിതോസ്ഫിയറിൽ നിന്ന്. പിന്നെന്താണ്? വാട്ടർ കിട്ടുന്നത് എവിടുന്നാണ്? ഹൈഡ്രോസ്ഫിയറിൽ നിന്ന് അല്ലെ. അപ്പം ഈ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് ഇവിടെ ഉണ്ടാവുമായിരുന്നോ? ഈ പ്ലാന്റ്സ് ഇല്ലാത്തൊരു ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? പ്ലാന്റ്സ് ഇല്ലാത്ത സസ്യങ്ങളില്ലാത്ത ഭൂമിയെ കുറിച്ചൊന്ന് ചിന്തിച്ചോ നോക്കിയേ. എന്താണ്? Man's indiscrete actions will have serious impact on lithosphere, hydrosphere, atmosphere and biosphere. എന്താണ് ഈ man's indiscrete actions will have serious impact on lithosphere, hydrosphere, atmosphere and biosphere അല്ലെ. എന്താണ് ഈ സ്ഥല, ജല, വായു, ജൈവ മണ്ഡലങ്ങൾക്ക് മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവർത്തികൾ കനത്ത ആഘാതം ഏൽപ്പിക്കുന്നുണ്ട് അല്ലെ. ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അല്ലെ. അപ്പം മനുഷ്യന്മാരാണ് എന്താക്കുന്നത്? ഇതിനെ എന്താക്കുന്നത്? ഈ മനുഷ്യന്മാരെ ഈ വിവേകരഹിതമായ പ്രവർത്തികളാണ് ഈ ദിറ്റുകൾക്കൊക്കെ എന്താക്കുന്നത്? കനത്ത ആഘാതം ഏൽപ്പിക്കുന്നത് അല്ലെ. ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അല്ലെ. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ നോക്കാം നമുക്ക്. നാച്ചുറൽ ഡിസാസ്റ്റർ ആർ വൺ സച്ച് ഇമ്പാക്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ഫിനോമിന that occur naturally and result in heavy loss to life and property of man അല്ലെ. എന്താണ് ഇവിടെ പറയുന്നത്? പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നഷ്ടം ഉണ്ടാകുന്നതുമായ പ്രതിഭാസമാണ് എന്ത്? ഈ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെ. എന്താണ്? പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതുമായ ഒരു പ്രതിഭാസമാണ് എന്ത്? നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെ. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ടേക്ക് പ്രിക്കോഷണറി സ്റ്റെപ്സ് than organizing rescue operations and rehabilitation after the occurrence of a natural disaster. Let us take a look at some of the natural disasters that occur in our state and the measures to be taken on such occasions. എന്താണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് എന്ത്? ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതെ നോക്കലല്ലേ. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് അത്തരം സന്ദർഭങ്ങളിൽ നാം സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഈ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന നല്ല പ്രൊട്ടക്ട് ചെയ്യാണ് നമുക്ക് വേണ്ടത് അല്ലെ. അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അല്ലെ. എന്തൊക്കെയാ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവല്? നമുക്ക് ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അതുണ്ടായതിനു ശേഷം ഈ രക്ഷാപ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനം ഒക്കെ സംഘടിക്കലുണ്ട് അല്ലെ. അതിനേക്കാളൊക്കെ പ്രധാനം എന്താണ്? ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലെ. അപ്പൊ ഈ നാച്ചുറൽ ഡിസാസ്റ്റർ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സിസ്റ്റം ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെ. കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഹസാർഡ് വൾനറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ. ഇനി എന്താണ് ലാൻഡ് സ്ലൈഡ്? എന്താണ് ലാൻഡ് സ്ലൈഡ്? ലാൻഡ് സ്ലൈഡ് എന്താണ്?
ലാൻഡ്സ്ലൈഡ് നമുക്ക് ഉരുൾപൊട്ടൽ അല്ലേ. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടല്ലേ ഒരുപാട് ഉരുൾ പൊട്ടിയ സ്ഥലങ്ങളൊക്കെ അല്ലേ. ഇവിടെ എന്താ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലുള്ള ആനക്കാമ്പോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് എന്താണ് ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ അവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത്, പിന്നെ അതാണ് താമരശ്ശേരി, അങ്ങനെ ഒരുപാട് ഭാഗത്ത് ഉരുൾ പൊട്ടിയിട്ടുണ്ട് അല്ലേ. നിലമ്പൂര് നോക്കൂ ലാൻഡ് സ്ലൈഡ് എന്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അല്ലേ. ലാൻഡ് സ്ലൈഡ് ഇസ് എ ഫാസ്റ്റ് ഡൗൺ സ്ട്രോപ്പ് മൂവ്മെന്റ്സ് ഓഫ് റോക്ക് സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ്പ് സ്ലോപ്സ്. ഫിഗർ 710 നോക്കൂ 710 അല്ലേ. എന്താണ് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് റോക്സ് അല്ലെ, സോയിലും മഡ് അലോങ് ദ സ്റ്റീപ്പ് കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് എന്ത് ഉരുൾപൊട്ടൽ അല്ലെ. അതായത് കുത്തനെയുള്ള ചരിവുള്ള പ്രദേശങ്ങളിലെ അല്ലെ ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് അല്ലെ, അവിടെ എന്താണ് ഈ റോക്സും സോയിലും മഡും ഒക്കെ എന്താണ്, അതായത് പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് ഉരുൾപൊട്ടൽ. അപ്പൊ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാസ്റ്റ് ഡൗൺ സ്പീഡ് പോകുന്ന അല്ലെ. എന്താണ് ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് റോക്ക് സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ്പ് സ്ലോപ്സ്. സ്റ്റീപ്പ് സ്ലോപ്പിന്റെ അതായത് കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും ഫാസ്റ്റ് ഡൗൺ സ്ലോപ്പ് മൂവ്മെന്റ് അല്ലെ, അതിവേഗം താഴേക്ക് നീങ്ങുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് ലാൻഡ് സ്ലൈഡ് അല്ലെ. അറിയാലോ അല്ലെ ലാൻഡ് സ്ലൈഡ് നമ്മളിപ്പോ വീഡിയോയിലൊക്കെ കുറെ കാണുന്നതാണ് അല്ലെ. When soil loses its hold, എന്താണ് അടി തെറ്റിയാൽ മണ്ണും അല്ലെ. അമ്പൂരി ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, വെണ്ണിയാനി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി, ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനി അല്ലെ 2001 എന്നിട്ടുണ്ട് അല്ലെ. പിന്നെന്താ ചീയാപ്പാറ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് അല്ലെ. എന്താണ് കോഴിക്കോട് ജില്ലയിലെ ചീയാപ്പാറ. പിന്നെ പുല്ലൂരമ്പാറ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് അല്ലെ. ഞാൻ പറഞ്ഞ ആനക്കാമ്പോയിൽ പുല്ലൂരമ്പാറ ഭാഗത്താണ് ഇട്ടത്. 2012 അല്ലേ. Landslide have become a common occurrence in the Western Ghats. Most of this occurs as a result of man's unscientific exploitation of nature അല്ലെ. എന്താണ് ഉരുൾപൊട്ടലിന്റെ പശ്ചിമഘട്ടത്തിൽ എന്താണ് തുടർക്കഥയാവുകയാണ് അല്ലെ. പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾ മിക്കതിനും കാരണം. When landslides അല്ലെ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ move to safer places as early as possible അല്ലെ. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ എത്രയും വേഗം എന്താക്കുക, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക. Give priority to small children, aged people and persons with physical disability during rescue operation അല്ലെ. ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് എന്താക്കുക, മുൻഗണന നൽകുക. Give first aid to injured people അല്ലെ. പരിക്കേറ്റവർക്ക് എന്താക്കുക, പ്രഥമ ശുശ്രൂഷ നൽകുക അല്ലെ. Be cautious of the possibility of recurrence of landslide അല്ലെ. എന്താണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. Contact police, ambulance services etc. എന്താണ് പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക. Take a precaution to avoid electric shock അല്ലെ. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. അതൊക്കെയാണ് നമ്മൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഫ്ലഡ് എന്താണ് വെള്ളപ്പൊക്കം അല്ലെ. ഫ്ലഡ് FLOOD അല്ലെ. ഫ്ലഡ് വെള്ളപ്പൊക്കം. ഓക്കെ. വെള്ളപ്പൊക്കം നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഇതും ഇപ്പൊ ഈ 2019 ആ ടൈമിൽ ഉണ്ടായത് ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു അല്ലെ. അതിന്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട്, ഈ അടുത്തുണ്ടായത് അതാണ് അല്ലെ. സർപ്ലസ് വാട്ടർ ഡ്യൂറിംഗ് ദ മൺസൂൺസ് കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിംഗ് ടു ഫ്ലഡ്സ് അല്ലെ. എന്താണ് മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാവാനത്ര എന്താണ് ജലം ഒഴുകിയെത്തുമ്പോൾ അവ എന്താ കര കവിഞ്ഞ് ഒഴുകാറുണ്ട് അല്ലെ. ഇതാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അല്ലെ. അതായത് മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാതത്ര എന്താണ് ജലം ഒഴുകിയെത്തുമ്പോൾ എന്താണ് അവ കര കവിഞ്ഞ് ഒഴുകാറുണ്ട് അല്ലെ. ഇതാണ് എന്ത് ഫ്ലഡ് വെള്ളപ്പൊക്കം അല്ലെ. ടു ടാക്കിൾ ഫ്ലഡ്സ് എന്താണ് ടു ടാക്കിൾ ഫ്ലഡ്സ് വെള്ളപ്പൊക്കത്തെ നേരിടാം അല്ലെ. ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ് എന്താണ് പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കരുത്. ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവേഴ്സ് ഡ്യൂറിംഗ് റെയിനി സീസൺ എന്താണ് മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. Paddy field are places for percolation of rain water. Avoid reclamation എന്താണ് വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്. ഇവ മണ്ണിട്ട് മൂടരുത് അല്ലെ. അവോയ്ഡ് റിക്ലമേഷൻ അല്ലെ. ഇവ മണ്ണിട്ട് മൂടരുത്. പിന്നെന്താ people residing in coastal areas should be more careful during rainy season. Valuable should be shifted to elevated places എന്താണ്
തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. ഓക്കെ. പിന്നെ കട്ട് ഓഫ് ദ ഇലക്ട്രിക് കണക്ഷൻസ് ഇഫ് ദ വാട്ടർ ലെവൽ റൈസസ് അല്ലെ. വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഇതൊക്കെയാണ് എന്ത് വെള്ളപ്പൊക്കത്തെ നമ്മൾ നേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ എനി വൺ ഓഫ് ത്രീ സ്ഫിയേഴ്സ് വിൽ അഫക്ട് സീരിയസ്ലി ദ others as well. Man's intervention on this sphere should be made very carefully. Otherwise, this beautiful world with such diverse life forms would become uninhabitable. Each one of us should be aware of this. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഹൈഡ്രോസ്ഫിയറും ലിതോസ്ഫിയറും ബയോസ്ഫിയറും ഒക്കെ എന്താണ് എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിനുണ്ടാകുന്ന ആഘാതങ്ങൾ മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും അല്ലെ. ഓരോ മണ്ഡലങ്ങളിലും മനുഷ്യൻ ശ്രദ്ധാപൂർവം വേണം ഇടപെടുക അല്ലെ. അല്ലാത്ത പക്ഷം പ്രകൃതി നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കുവാൻ കഴിയാത്ത ഒരിടമായി മാറും എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്താക്കണം? ഈ പ്രകൃതിനെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ. പ്രകൃതിക്ക് ദോഷകരമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പൊ മക്കളെ ഇതാണ് എന്ത് നമ്മളെ ഈ 7th ചാപ്റ്റർ ആയ എർത്ത് ആൻഡ് ബയോസ്ഫിയർ കേട്ടോ. അപ്പൊ ഇത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അല്ലെ. ഹൈഡ്രോസ്ഫിയർ, ലിതോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അതിനെ കുറിച്ചുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ ഇവിടെ നോക്കിയാൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സിസ്റ്റംസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് റിസ്ക് റിഡക്ഷൻ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെ. എന്താണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് കേട്ടത്. എന്തൊക്കെയാണ് സർക്കാർ വകുപ്പും സംവിധാനങ്ങളും എന്തൊക്കെയാണ്? കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പിന്നെ എന്തൊക്കെയാ? സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഹാസാർഡ് വാല്യൂനറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെന്റ് സെല്ലും ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതൊക്കെയാണ് എന്ത് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഭാഗം നന്നായി പഠിക്കുക കേട്ടോ. അതെന്താന്ന് വെച്ചാല് നമുക്ക് എന്താണ് നമ്മളെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയില്ല. അപ്പൊ അതൊക്കെ നമ്മളെ സംരക്ഷിക്കുക നമ്മള്. ഓക്കെ. അപ്പൊ ടീച്ചർ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ. താങ്ക് യു.